ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അടിയന്തരമായി നശിപ്പിക്കണമെന്ന ആവശ്യം ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശമോ മറ്റേതെങ്കിലും ഇടമോ ആണവ ഇന്ധനം നശിപ്പിക്കാൻ കണ്ടെത്താവുന്നതാണ്. അമേരിക്കയിലേക്ക് യുറേനിയം എത്തിക്കുന്ന കാര്യവും പരിഗണിക്കാമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അറ്റോമിക് എനർജി കമ്മീഷന്റെ സാന്നിധ്യത്തിലായിരിക്കണം യുറേനിയം നശിപ്പിക്കേണ്ടതെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഐസൻ. തീർച്ചയായും ദിവസങ്ങളായി ഇത്തരത്തിലൊരു ആവശ്യം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ആണവ ഇന്ധനമായി പ്രയോജനപ്പെടുത്തുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം 480 കിലോയോളമാണ് ഇറാന്റെ കൈവശമുള്ളത്. ഈ ഇറാന്റെ കൈവശമുള്ള 480 കിലോയോളം ഈ ആണവ ഇന്ധനം കൃത്യമായും ഇറാനിൽ നിന്നും മാറ്റി ഏതെങ്കിലും സ്ഥലത്തെത്തിച്ച് അത് നശിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് ട്രംപ് നേരത്തെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാവുന്നതും ആലോചിക്കാവുന്നതുമാണ് എന്ന നിലപാട് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു നിർണായക വിഷയം കൂടി അദ്ദേഹം പറയുന്നത് ആറ്റോമിക് എനർജി ഏജൻസിയുടെ കൃത്യമായ നിയന്ത്രണം, ആറ്റോമിക് എനർജി കമ്മീഷന്റെ കൃത്യമായ നിയന്ത്രണത്തിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള നശിപ്പിക്കുന്ന പരിപാടികൾ നടത്താൻ പാടുള്ളൂ. അത് ഇറാൻ താല്പര്യപ്പെടുന്ന പ്രദേശത്തോ കൊണ്ടുവരുന്ന ഈ ആണവ വസ്തുക്കൾ നശിപ്പിക്കാമെന്നൊരു നിലപാട് കൂടിയാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈനിക നീക്കം നടക്കുന്നു, അതിനൊപ്പം തന്നെ ഇത്തരത്തിലൊരു നിലപാട് മണിക്കൂറുകൾക്കിടയിൽ തന്നെ ഇത്തരത്തിലൊരു നിലപാടും പുറത്തു വരുന്നു എന്നത് ഏറെ ഗൗരവത്തോടെ നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആണവ ഇന്ധനം, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ മുഴുവൻ ശേഖരവും നശിപ്പിച്ച് തന്നെ മാത്രമാണ് തുടർ നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ് ട്രംപ്. അതുതന്നെയാണ് അദ്ദേഹം സമൂഹ മാധ്യമ കുറിപ്പിൽ ആവർത്തിക്കുകയും ചെയ്യുന്നത്. അനഘ, വ്യക്തമാണ്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അടിയന്തരമായി നീക്കണമെന്ന ആവശ്യം ആവർത്തിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.